ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ അല്ല വരാൻ പോകുന്നത്. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് വരും. ഇഷ്ടപ്പെട്ടാറുള്ളത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടൊക്കെ പോകാം. നമ്മുടെ വീടിൻ്റെ ബാക്കിലെ തോട്ടാട്ടത്. നമ്മൾ വയലിലാണ് താമസിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ക്ലീനിങ് പരിപാടി ചെയ്യണമെന്നതിന് വിചാരിച്ച്. പക്ഷെ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടായിരുന്നു. റന്നൂസും മുത്തും അതേപോലെ എൻ്റെ മോള് അറിയാലോ, എന്തെങ്കിലും ഒരു പണിയെടുക്കുകയാണെങ്കിൽ അപ്പേക്കാട് എന്തെങ്കിലും ആയിട്ട് ഓള് വരും. അപ്പോൾ ഓലൊക്കെ എന്നുള്ളതുകൊണ്ട് തന്നെ ക്ലീനിങ് എന്താവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് ജാപിക്കും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് റന്നൂസിൻ്റെ പരിപാടി അങ്ങനെ ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അനിയന്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചില്ല കേട്ടോ, ചായ കുടിക്കാൻ പോവുകയാണ്. പിന്നെ മക്കൾക്കൊക്കെ ചായ കൊടുക്കണം. അപ്പോൾ ഓൽക്കൊക്കെ ഒന്ന് കൊടുത്ത് റെഡി ആയാലേ നമുക്ക് കുടിച്ചാൽ ശരിയാവും, അല്ലേ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓലും കൂടെ മൂന്നാളും കൂടെ ഒരേ ടൈമിലും കൂടെ കിട്ടുന്നുമില്ല. ഒരാൾ അപ്പുറത്ത് ടി വി കാണുന്നുണ്ട്, മുത്തൂസ്. ഇവർ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കളിയിലും അല്ലെ ഓരോ പണിയിലുമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത് എന്താ പറയുക, ഞാനായിട്ട് തന്നെ ഉള്ളതാട്ടോ. ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്യുന്നത് അതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് പോലും പിന്നെ ഫോണുമ്മലേക്ക് എന്നാ പിന്നെ എത്തുന്നത്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് പോയി കളിക്കാമല്ലോ, ഒന്നും കഴിയുന്നില്ലല്ലോ. അപ്പോൾ കുറേ ടി വി കാണും, കുറേ പോലെ അവിടെ നിന്ന് ടോയൊക്കെ ഇട്ട് കളിക്കും. പിന്നെ കുറച്ച് രണ്ട് ഫോണിലേക്ക് തന്നെ വരും, അല്ല എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുക. അതൊക്കെയാണ് ഓലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഓരോ പണി എടുക്കുന്നുണ്ട്. അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് പിന്നെ മുറ്റടിക്കുന്നുണ്ട് ജാബി. അടുത്ത പരിപാടിയാണ് തട്ടിക്കൊട്ടലൊക്കെ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിനാണ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് മാസത്തിലൊരു വട്ടം അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഇതിനായിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഒന്നാ ചെയ്തതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്നാലും പെരുന്നാളൊക്കെ വരാൻ പോകല്ലേ, അപ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു കുളിർമ കിട്ടണേ, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ശരിയാക്കണ്ടേ. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഫുൾ ഓരോ തിരക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പണിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് റെഡിയായി വന്നപ്പോഴേക്ക് ഇന്നായിരുന്നു. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, കുട്ടികളുണ്ട് എന്നുള്ളൊരു ഇതേ ഉള്ളേനു. പക്ഷെ അവർ പറഞ്ഞൊക്കെ അനുസരിച്ച് അവിടെ നിന്നേ കൊണ്ട് നമുക്ക് വേഗം തന്നെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. ഇനി അടുത്ത പരിപാടി അതാണ്. അതിനടുത്ത് ലഞ്ചൊക്കെ റെഡിയാക്കുന്നുണ്ട് ഉമ്മ. ആകവും പുറമൊക്കെ ഞാൻ പിന്നൊക്കെ തട്ടി. അപ്പോൾ ജാബി അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരുന്നുണ്ട്. എന്നിട്ട് വേണം തൊടിക്കാൻ. അതിനിടയ്ക്ക് എൻ്റെ സെൽഫി സ്റ്റിക്ക് അടിച്ചിട്ട് വലിയ മൂന്നാളെന്താ പരിപാടി കണ്ടോ, ഫോണിങ്ങനെ വെച്ചിട്ട് ഓല് വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഓലും അത് കണ്ട് അനുകരിക്കാമെന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഉമ്മ പഴമൊക്കെ പുഴുങ്ങി വെച്ചിനും. ഇനി ഇത് ഓൽക്ക് കൊടുക്കണം, ഓൽക്ക് നല്ല വിശക്കുന്നുണ്ടാവും. അപ്പോൾ മുത്ത് പഴമൊക്കെ എടുത്തിട്ട് മുകളിൽ പോയി ടി വി കാണാൻ പോവുകയാണ്. വീണ്ടും ഫോണിലേക്ക് തന്നെ എത്തിട്ടോ. എന്ത് കഴിക്കാൻ കിട്ടിയാലും മൂന്നാളും ഫോൺ കിട്ടണം. പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണുമൊന്നുമില്ല. കുറച്ചൊക്കെ കണ്ട് പിന്നെ ഫോൺ അവിടെ വെക്കും കേട്ടോ. പിന്നെ ഓല കുറച്ചൊക്കെ കളിക്കൽ തുടങ്ങും. അങ്ങനെയൊക്കെയാണ്. പിന്നെ പുറത്ത് ജനലും വാതിലൊക്കെ ക്ലീനാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ഫോൺ എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ മുൻഭാഗത്തെ ജനലൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത്, അപ്പോൾ അപ്പുറത്തെ വശത്തുള്ള ജാബിയും ചെയ്ത്. അപ്പോൾ അടുത്ത പരിപാടി വെച്ചാൽ കിച്ചൺ ഒന്ന് റെഡിയാക്കലാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെളിയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാബി പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയെന്ന് പറയുന്നത് പിന്നെ വെച്ച് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് രാവിലെ നല്ല മഴ കണ്ടപ്പോൾ നമ്മളെ പണിയെടുക്കലൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. പക്ഷെ മഴ ഏതായാലും പെയ്തില്ല. ചെറുതായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പെയ്ത് പിന്നെ അങ്ങ് പോയിട്ടോ. പിന്നെ ഞാനും ഓളും നന്നായിട്ട് തന്നെ ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഉരുതി
പിന്നെ വെള്ളമൊക്കെ അടിച്ച് പിന്നെ വൈപ്പർ ഇട്ടിട്ട് വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ തുടച്ചെടുത്ത് നേരം ഫുള്ള് ക്ലീനായി. ഇനിയിപ്പോൾ നാളേക്ക് പഴയ പോലെ തന്നെ ആവും. അങ്ങനെ ഏതായാലും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ചതിന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാന്ന്. അപ്പോൾ ഫുഡിനെന്താ ഉച്ചക്കിലേക്ക് എന്താണെന്ന് വെച്ചാൽ കടച്ചക്ക ചാറല്ലേ, തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് കടച്ചക്ക എന്ന് പറയും, ചില നാട്ടിൽ ഇടിച്ചക്ക എന്ന് പറയും, അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട്. ഏതായാലും പിന്നെ ചെറുപയറിൻ്റെ കറിയുണ്ട്. ചെറുപയറും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറി വെച്ചിനുമ്മ. പിന്നെ ഉണക്കമീനും അച്ചാറും ആട്ടുന്നത്തത്. പച്ചമീൻ സാധാരണ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്നലെ ഇപ്പം എന്തോ വാങ്ങിയിട്ടില്ലേനു, അപ്പോൾ ഒന്ന് ഉണക്കമീൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളെ ഫുഡ് കഴിക്കലും നിസ്കാരവും കുളി എല്ലാം കഴിഞ്ഞിട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് ഉറങ്ങണമെന്നുണ്ട്. ഇപ്പോൾ ടൈം 2 മണിയായിട്ടുണ്ട്, 2 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്താ പറയുക, മഴ നന്നായിട്ട് പെയ്യാനുള്ള ഒരുക്കൊക്കെ മൂടി നിൽക്കുന്നുണ്ട്. ഇന്ന് അധികം മഴയൊന്നും പെയ്തിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.